ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 2 പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ടെയിൽ ഓഫ് ടു സ്ട്രേഞ്ചേഴ്സ് എന്നാണ് ആ കഥയുടെ പേര്. ദി ഓഥർ ഈസ് സ്വാഗത പ്രധാൻ. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഷോർട്ട് സ്റ്റോറി വരുന്നത് ഇതൊരു സ്റ്റാൻഡ് അലോൺ വർക്കല്ല, ഇതൊരു ആന്തോളജിയുടെ ഭാഗമാണ്. സോ ആന്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പൈലേഷൻ ഓർ എ കളക്ഷൻ ഓഫ് കുഡ് ബി എനിത്തിങ്. ഷോർട്ട് സ്റ്റോറീസ് ആവാം, മൂവീസ് ആവാം, സോങ്സ് ആവാം, അതിനെയാണ് നമ്മൾ ആന്തോളജി എന്ന് പറയുന്നത്. സോ ഈ ആന്തോളജിയുടെ നെയിം ലവ് സ്റ്റോറീസ് ദാറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട് എന്നാണ്. സോ ഇതിൻ്റെ ഓഥർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, രവീന്ദർ സിംഗ്. ഓക്കെ, രവീന്ദർ സിംഗിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവാം. പുള്ളിക്കാരൻ ഇപ്പോഴത്തെ കണ്ടംപററി ഇന്ത്യയിലുള്ള ഒരു റൊമാൻസ് ഓഥറാണ്, ഒരു ബെസ്റ്റ് സെല്ലിങ് ഓഥർ എന്നാണ്. ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി, ക്യാൻ ലവ് ഹാപ്പൻ ട്വൈസ്, ഇതെല്ലാം പുള്ളിയുടെ വർക്ക്സ് ആണ്. സോ ഇത് ഒരു ടാഗ് ലൈനോട് കൂടിയൊക്കെ വന്ന ബുക്കാണ്. ദ ഹയസ്റ്റ് സെല്ലിംഗ് റൊമാൻസ് റൈറ്റർ ഓഫ് ടുഡേ പ്രസൻസ് ദി ഓതേഴ്സ് ഓഫ് ടുമോറോ എന്ന് പറഞ്ഞിട്ട് വന്നൊരു വർക്കാണ്. സോ രവീന്ദർ സിംഗ് ആണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എഡിറ്റ് ചെയ്ത ഈ വർക്കിൻ്റെ പേര് ലവ് സ്റ്റോറീസ് ദാറ്റ് ടച്ച്ഡ് മൈ ഹാർട്ട്. അപ്പോൾ ഈ വർക്കിൻ്റെ ഉള്ളിൽ 25 ഷോർട്ട് സ്റ്റോറീസാണ് ഉള്ളത്. എല്ലാം എഴുതിയിട്ടുള്ളതും ഓരോ പുതിയ ഓതേഴ്സാണ്. So basically he was trying to introduce 25 new authors through this compilation. അതിൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വർക്കാണ് ടെയിൽ ഓഫ് ടു സ്ട്രേഞ്ചേഴ്സ്. ഓഥറിൻ്റെ നെയിം സ്വാഗത പ്രധാൻ. ഓക്കെ, ഓഥറിൻ്റെ നെയിം ഇട്ട് വരുത്. സോ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ ഇങ്ങനെയാണ്: സംടൈംസ് സ്ട്രേഞ്ചേഴ്സ് ആർ നോട്ട് റിയലി സ്ട്രേഞ്ചേഴ്സ്. സോ അപരിചിതരെല്ലാം ചില സമയത്ത് അപരിചിതരായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. സോ കഥയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് നവംബർ, ഒരു മിഡ് നവംബറാണ്. കൊൽക്കത്തയിൽ ആണ് കഥ നടക്കുന്നത്. ഒരു കോൾഡ് ഈവനിങ്ങിലാണ്. സോ ഇനി നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആൻ അൺമാരീഡ് 20-something woman, a school teacher by profession, struggling to board an overcrowded bus during rush hour. That's me, ദിയാലി പ്രധാൻ. സോ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേരെന്താണ്? ദിയാലി പ്രധാൻ. ഇട്ടുപോരുത്, ദിയാലി പ്രധാൻ. സോ പുള്ളിക്കാരിയുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ടീച്ചറാണ്. അൺമാരീഡ് ആണ്, 20 എത്രയോ വയസ്സാണ്. അത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. 20 എത്രയോ വയസ്സുള്ള അൺമാരീഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ. ഇൻട്രൊഡക്ഷൻ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു ഓവർ ക്രൗഡഡ് അടുത്ത് ഇങ്ങനെ ഇറങ്ങി ഒരു ബസ്സിലേക്ക് ഓടി കയറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. അതാണ് ഞാൻ ആരാണ്? ദിയാലി പ്രധാൻ. സോ ഇതിൽ ഇത് മുതലേ പറഞ്ഞു വരുന്നത്, ആദ്യത്തെ ഡയലോഗ് മുതൽ പറഞ്ഞു വരുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ ഈ ദിയാലി പ്രധാനാണ് സ്പീക്കറായിട്ട് വരുന്നത്. മെയിൻ ക്യാരക്ടറും പുള്ളിക്കാരി എന്നാണ്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ് കഥ പോകുന്നത്. സോ അന്നൊരു തണുത്ത ദിവസമായിരുന്നു, നല്ല തണുപ്പുള്ളൊരു ദിവസം. കൽക്കത്തയിലെ ക്ലൈമാറ്റ് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് കുറച്ച് അധികം വർക്കുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ എന്നത്തെയും പോലെ നേരത്തെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച ബസ്സിനകത്ത് കയറാനും പറ്റിയില്ല. ആ ബസ് മിസ്സായിപ്പോയി. സോ ഇനി അടുത്തൊരു ബസ് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആരോ ഒരാൾ പുറത്ത് നിന്നിട്ട് ഒരു സ്ഥലത്തേക്കുള്ള ബസ് പോയോ, ബറക്പൂറിലേക്കുള്ള ബസ് പോയായിരുന്നോ, അറിയാമോ എന്ന് ഒരു ആൾ ചോദിക്കുന്നുണ്ട്. സോ അയാളെ പറ്റിയിട്ട് പറയുന്നത് എ ഹാൻസം മാൻ ഓൾമോസ്റ്റ് മൈ ഏജ്. സോ 20-something ഏജുള്ള ഒരു വ്യക്തിയാണ് അവിടെ വന്നിട്ട് ബറക്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ് പോയോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. സോ നോക്കിയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട്. ഹി വാസ് എ ഹാൻസം മാൻ. ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല സുന്ദരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ പുള്ളിക്കാരി ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ആ വഴിക്കാണ് പോകുന്നത്, സോ നമുക്ക് ഒന്നിച്ച് പോകാം എന്നുള്ളൊരു രീതിക്ക് പുള്ളിക്കാരി സംസാരിക്കേണ്ടേ. ഓക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരേ ബസ്സിൽ കയറി ഒരേ സീറ്റിൽ ഇരുന്നിട്ട് പോവുകയാണ്. സോ ഇവിടെ അറിയത്തില്ലേ, സ്ഥലമൊക്കെ അറിയത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിക്ക് അറിയത്തില്ല, ഈ പുള്ളി സ്ഥലത്ത് പുതിയ ആളാന്ന് പറഞ്ഞു. സോ വെൽക്കം ടു ദ സിറ്റി ഓഫ് ജോയ് എന്നൊക്കെ പറഞ്ഞ് ഒരു വെൽക്കമിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ പുള്ളി തിരിച്ചു പറഞ്ഞു, അയ്യോ ഇല്ല, ഞാൻ 8 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയതാണ്, ഇപ്പോൾ തിരികെ വന്നേ ഉള്ളൂ, അച്ഛന് ജോലി മാറ്റം ഉണ്ടായതുകൊണ്ട് തിരികെ വന്നതാണ്. സോ ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ നമ്മുടെ ദിയാലി പ്രധാൻ തിരികെ അത് മാറ്റി പറയുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെൽക്കം ബാക്ക് അഗെയിൻ എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് വീണ്ടും ഇവർ സംസാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ യൂഷ്വലായിട്ട് കുറേ കാര്യങ്ങൾ, ഇത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന പോലത്തെ ഒരു കോൺവെർസേഷണൽ ടോണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേരെന്താ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ പേര് അവി എന്നാണ് പേര് പറഞ്ഞു കൊടുത്തത്. AVI, അവി എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. സോ പുള്ളിക്കാരിയുടെ അടുത്ത് പേര് ചോദിച്ചപ്പോഴത്തേക്കും ദിയ എന്നാണ് പേര് പറഞ്ഞത്. ഓക്കെ, 2 പേരും
പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ദിയ പറഞ്ഞു അബി എന്ന് പറയുന്നത് നൈസ് നെയിമാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അതങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു വിങ്ക് ചെയ്തു. വിങ്ക് ചെയ്യുക മീൻസ് കണ്ണിറുക്കി കാണിച്ചിട്ട് ചിരിച്ചു എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കട്ട് ടു ഫ്ലാഷ് ബാക്കിലോട്ടാണ് പോകുന്നത്. അവിയുടെ ഫുൾ നെയിം അവിജ്ഞാൻ റേ എന്ന് പേരുണ്ടായിരുന്ന ഒരു പയ്യൻ നമ്മുടെ ദിയയുടെ ബെസ്റ്റ് ബഡിയായിരുന്നു. വളരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവിജ്ഞാൻ റേ എന്ന് പറഞ്ഞിട്ട്. ഈ അവി എന്നുള്ള പേര് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് ആ പഴയ കൂട്ടുകാരനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ ആദ്യം തന്നെ ഒരു തർക്കത്തിലൂടെയാണ് കണ്ടുമുട്ടുന്നത്, പിന്നീട് കൂട്ടുകാരാവുന്നുണ്ട്. കുറേ അടിപിടിക്ക് ശേഷം ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റിൽ ഇവരുടെ അടിയൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ഗ്രൂപ്പാക്കി പ്രോജക്ടർ. പക്ഷേ ഇവർ പ്രോജക്റ്റ് ഗ്രൂപ്പിനകത്തിരുന്നും അടിയാണ്. സോ അവസാനം എങ്ങനെയായാലും പ്രോജക്റ്റ് വെക്കണമല്ലോ, രണ്ടുപേരും നല്ല സ്റ്റുഡിയോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ എങ്ങനെയും പ്രോജക്റ്റ് വെക്കണമല്ലോ എന്നുള്ളൊരു ഇതിൽ ഇവർ അവസാനം പ്രോജക്റ്റ് വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ട് പ്രോജക്റ്റ് വെക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ദി ഹയസ്റ്റ് സ്കോർ കിട്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഇവരുടേതായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കഥയൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ പിന്നീട് ഇവർ ഭയങ്കര ഫ്രണ്ട്സായി, വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് വരാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാവരും ഒരുമാതിരി ഒരു കെമിസ്ട്രി, ഒരു ആൺകുട്ടി പെൺകുട്ടി ഒന്നിച്ച് നടക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാനൊക്കെ തുടങ്ങി. പക്ഷേ അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്കിംഗ്ലി ഈ പുള്ളിക്കാരൻ്റെ വീട്ടുകാർ വളരെ കൺസർവേറ്റീവ്സ് ആയിരുന്നു. ഹീ കെയിം ഫ്രം എ വെരി കൺസർവേറ്റീവ് ഫാമിലി. സോ ഹിസ് പാരൻസ് took off relationship rather or friendship too seriously. സോ ഇവരുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതൊരു റിലേഷൻഷിപ്പോ ഒരു ലവ് അഫെയർ ഒന്നും ആയിരുന്നില്ല. പക്ഷേ പാരൻസ് വിചാരിച്ചത് അതൊരു ലവ് അഫെയർ ആണെന്ന് കരുതിയിട്ട് അവരപ്പം തന്നെ സ്കൂൾ മാറ്റി കൊണ്ടുപോയി. ഓക്കെ, അപ്പം 4 വർഷം ഇവർ ഒന്നിച്ച്, എത്ര വർഷം അവരവിടെ ഒന്നിച്ച് പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വർഷം, 4 years ഓഫ് ഫൈറ്റിംഗ്, വർക്കിംഗ്, ഷെയറിങ്, ഹാവിങ് ഫൺ എല്ലാം അപ്പം അവസാനിച്ചു. ഓക്കെ, 4 വർഷം അവർ ഒത്തിരി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവർ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പാണെന്ന് കരുതിയതിന് ശേഷം അവരവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഈ കുട്ടിയെ, നമ്മുടെ അവി എന്ന് പറയുന്ന ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പയ്യനെ അവിടെ നിന്നും എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയി. സോ അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിട്ടില്ല. വളരെ പേടിയോടുകൂടിയാണ് പുള്ളിക്കാരി പിന്നെ എല്ലാ റിലേഷൻസിനെയും കാണാൻ തുടങ്ങിയത്. ഏത് ഫ്രണ്ടായാലും ഒരുപാട് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു സെപ്പറേഷൻ്റെ ഒരു വേദന ഉണ്ടല്ലോ, അതിനി സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും ദിയ ആരുടെയും കൂടെ ക്ലോസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ടെക്നോളജി അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ലാത്ത സമയമായിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആ കോണ്ടാക്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഓർക്കുട്ട്, ഫേസ്ബുക്ക് അതിലൊന്നും വഴി ഫ്രണ്ട്സിനെ ഒന്നും ആ ഒരു കീപ്പ് ഇൻ ടച്ച് കിട്ടുന്ന ഒരു സമയം ആയിരുന്നില്ല. സോ ടച്ചിൽ നിൽക്കാനും പറ്റിയില്ല. വീണ്ടും ആ ഒരു ഇത് കഴിഞ്ഞു. ഇത് കഥ ആലോചിച്ചതാണ്, ഇതൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയതാണ്. അടുത്തവർ ബസ്സിൽ കയറുന്നുണ്ടായി, ബസ്സിൽ സീറ്റ് കിട്ടി അടുത്തിരുന്നു. സോ പുള്ളിക്കാരൻ ചോദിച്ചു ഏത് ലാംഗ്വേജിൻ്റെ ടീച്ചറാണെന്ന്, ഏത് വിഷയമാണെന്ന് ചോദിച്ചപ്പോൾ ബയോളജി ടീച്ചറാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. സോ അപ്പോൾ പഠിക്കാൻ ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു അവി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കഥയിലുള്ള അവിക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന വിഷയമായിരുന്നു ബയോളജി. പക്ഷേ പുള്ളിക്കാരി പറയുന്നുണ്ട് കുഴപ്പമില്ല, മോസ്റ്റ് ബോയ്സിനും ഹെയ്റ്റഡ് ആണ് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനോട്. സോ ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഹൈദരാബാദിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോളിഡേയ്സിന് വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പം ഹോളിഡേയ്സ് ഒന്നുമില്ല, അതൊക്കെ ടീച്ചേഴ്സിനേ ഉള്ളൂ, ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് എന്ന് പറയും. ഉടനെ പുള്ളിക്കാരി തിരിച്ച് ചോദിക്കുവാണ്, യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ ബർത്ത് പ്ലേസ് ആഫ്റ്റർ ഓൾമോസ്റ്റ് 15 years എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ചോദിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരൻ പെട്ടെന്ന് സ്റ്റണ്ടായിട്ട് തിരിച്ച് ചോദിക്കുവാണ്, അതെങ്ങനെയാണ് കൃത്യമായിട്ട് മനസ്സിലായത്? പറഞ്ഞു എനിക്കത് മനസ്സിലായി എന്നുള്ള ലെവലിൽ ഗസ്സിങ് പവറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും കുറേ സംസാരിക്കുന്നുണ്ട്. വളരെ കാഷ്വലായിട്ട് നമ്മളൊരാളിനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ലേ, അതുപോലെയാണ് ഇവർ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കളിയാക്കുന്നൊക്കെയുണ്ട്, ഓരോ 5 മിനിറ്റിലും വിങ്ക് ചെയ്യുന്നുണ്ട്, കണ്ണിറുക്കി കാണിക്കുന്ന ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നൊക്കെയുണ്ട്. പിന്നെ എന്ത് ആണ് സാധാരണ ചെയ്യാറ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ലിസൺ ടു സോങ്സ് ഡെയിലി എന്നാ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ സമയത്തും എന്ത് ചെയ്യും, പാട്ട് കേട്ടുകൊണ്ടിരിക്കും. പാട്ടാണ് പുള്ളിക്കാരിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, വേറെ ഒരു ഫ്രണ്ടുമില്ല. സോ അതുകൊണ്ട് തന്നെ ബസ്സിൽ പോകുമ്പോൾ മാത്രമല്ല എല്ലാ സമയത്തും പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കാറ്. അപ്പോഴത്തേക്ക് ഉടനെ പുള്ളി അവി എന്ന് പറയുന്ന ആ വ്യക്തി ചോദിക്കുവാണ് ഏത് തരം പാട്ടുകളാണ് കേൾക്കാറെന്ന്. സോ അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു.
സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസർ പറഞ്ഞു സോഫ്റ്റ് മെലഡിയസ് ആയിട്ടുള്ളതാണ് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ കേൾക്കാറ്, അല്ലാണ്ട് റോക്കും പോപ്പും ഒന്നും അല്ല കേൾക്കുന്നത്. ഫേവറേറ്റ് സിംഗർ ആരാന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. സോനു നിഗം, ശ്രേയ ഘോഷാൽ അവരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. പക്ഷേ അവീനോട് തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എ ആർ റഹ്മാൻ, ദ വൺ ആൻഡ് ഓൺലി. സോ പുള്ളിക്കാരനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എ ആർ റഹ്മാനായിരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അവർ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫാമിലിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അനിയത്തിയുണ്ട്, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയുണ്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും ചോദിക്കുവാണ് ദിയയുടെ കല്യാണം എപ്പോഴാണെന്ന്. സോ അപ്പോൾ കണ്ടതേ ഉള്ളൂ. ഉടനെ പുള്ളിക്കാരി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വെൽ ഐ തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ എക്സാക്ട്ലി അറ്റ് ദ ടൈം വെൻ ഇറ്റ്സ് ഡെസ്റ്റിൻഡ്. ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു ഡയലോഗാണ് പറഞ്ഞത്. എപ്പോഴാണോ അത് നടക്കണമെന്ന് വിധിയുള്ളത് അപ്പോൾ എൻ്റെ കല്യാണം നടക്കും. സോ അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു, ബസ്സൊക്കെ നിർത്തി ഇറങ്ങിപ്പോയി. പിന്നീട് അടുത്ത് ഇവർ വീണ്ടും കാണുവാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സാക്ട്ലി 1 മാസവും 3 ദിവസവും കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടു. അന്ന് വളരെ ഒരു തണുത്ത ദിവസമായിരുന്നു. 7 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. അഗെയിൻ ഇവർ കണ്ടുമുട്ടിയിട്ട് അവിടെ ഒരു കോഫി ഡേ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് കോഫിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. സോ വീണ്ടും കണ്ടുമുട്ടിയതിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ എഗെയിൻ അവർ അന്ന് കണ്ടുമുട്ടിയ അതേ സ്ഥലത്ത് അവി വന്നിട്ടുണ്ടായിരുന്നു ദിയേനെ കാണാൻ വേണ്ടിയിട്ട്, അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ. സോ അത് ജസ്റ്റ് ഒന്ന് ഫ്ലർട്ടേഷ്യസ് ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ എങ്ങോട്ടാണ് പോയത്, അപ്പോൾ ആരെ കാണാൻ പോയി, ഏത് ഫ്രണ്ടിനെ കാണാൻ പോയി എന്നൊക്കെ അവി ചോദിച്ചു. അപ്പോഴേക്കും പുള്ളിക്കാരി തിരികെ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനൊന്നും കാണാൻ പോയതല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. അപ്പോൾ ഉടനെ അവി തിരികെ പറഞ്ഞു, ഞാൻ സിംഗിളാണല്ലോ. അപ്പം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിളാണ്, എന്താ കുട്ടി ഇല്ലാത്തത് എന്താണ്, ലൈക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തത് എന്താണ്, യു ആർ ഹാൻസം എഞ്ചിനീയർ ആണ്, വളരെ വെൽ ബിഹേവ്ഡ് ആണ്, സച്ച് എ ഗുഡ് കമ്പനിയുമാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇല്ലാണ്ട് പോയത്, ഗേൾ ഫ്രണ്ട് ഇല്ലാണ്ട് പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവി പറയുന്നുണ്ട്, മൈ പാരൻസ് ആർ വെരി കൺസർവേറ്റീവ്, അതുകൊണ്ട് തന്നെ അവർക്ക് ലവ് മാരേജ് ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തത്. എത്ര ആയാലും ഐ ഹാവ് ടു മാരി എ ഗേൾ ഓഫ് ദെയർ ചോയ്സ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരെയും തന്നെ പ്രേമിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മുടെ ദിയയ്ക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് 21-ാം നൂറ്റാണ്ടല്ലേ, നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരൻ പറയുന്നത് ട്രഡീഷൻസിന് എഗെയിൻസ്റ്റ് ആണ് ലവ് മാരേജ് എന്ന് പറയുന്നത്, അറേഞ്ച്ഡ് മാരേജ് ആണ് എൻ്റെ വീട്ടുകാർക്ക് താല്പര്യം. സോ അതിന് ഒരു മറുപടി പറയുന്നുണ്ട്, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ്സ് നോട്ട് എനി റൂൾ, ജസ്റ്റ് എ ഫോഴ്സ്ഫുൾ ഇമ്പോസിഷൻ ഓഫ് വൺസ് ഓൺ തോട്ട്സ്. സോ അത് പറഞ്ഞാണ് അവർ കോൺവെർസേഷൻ അന്ന് എൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മൂന്നാമതൊരു എൻകൗണ്ടർ ഉണ്ടായി. ഇവർ വീണ്ടും കണ്ടുമുട്ടി. അത് പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടി, കുറച്ച് വീണ്ടും സംസാരിച്ചു. അന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നീട് അവർ ഡെയിലി ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി, ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ഒത്തിരി ക്ലോസായി, വളരെ ക്ലോസായി. പക്ഷേ ബാക്കി ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഒരുമിച്ചിരുന്നുള്ള സംസാരം, ഇത്രയും ഇവരെ ഒന്ന് ഇടപഴകുന്നുണ്ട്, ഇതെല്ലാം എങ്ങോട്ട് എത്തും എന്നുള്ള കാര്യം ഇവർ സംസാരിക്കുന്നില്ല. ബിക്കോസ് അവർക്കറിയാം ഫാമിലി റൂൾസ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. സോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇവിടെ സംഭവിക്കില്ല എന്നുള്ളതും ഇവർക്കറിയാം. സോ ആ ഒരു ഫാമിലി റൂൾസ് അബൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചത്. സോ ഇവരടുത്ത് വേറൊരു ദിവസം കാഷ്വലായിട്ട് മീറ്റ് ചെയ്തിട്ട് പോവുകയാണ്. 30th April 2012. അത് പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആരുടെ ബർത്ത്ഡേ? അവിയുടെ ബർത്ത്ഡേ ആയിരുന്നു. സോ അത് അന്ന് അവരൊന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് പോകുന്ന വഴിക്ക് ഒരു സ്കൂള് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഇതാണ് ഞാൻ, പുള്ളിക്കാരനെ കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു സ്കൂൾ കണ്ടപ്പോഴത്തേക്കും ദിയ കാണിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, ഇവിടാണ് ഞാൻ പഠിച്ചത്. ഉടനെ അവിയും പറഞ്ഞു, ഞാൻ ഇവിടെ ആണല്ലോ പഠിച്ചത്, എന്താണ് നിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ദിയ ആദ്യമായിട്ട് ഫുൾ നെയിം പുള്ളിക്കാരനെ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ പേര് ദിയാലി പ്രധാൻ എന്നാണ്. പക്ഷെ എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ സൈലൻ്റ് ആയി. എൻ്റെ ഫുൾ നെയിം അവിജ്ഞാൻ റേ എന്നാണ്. സോ നേരത്തെ ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു, അവിജ്ഞാൻ റേ. പുള്ളിക്കാരിയുടെ ദിയാലി പ്രധാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അന്ന് സ്കൂളിൽ മാറിപ്പോയ ആ പയ്യനാണിതെന്ന് മനസ്സിലായി. ഫുഡൊക്കെ ഇവർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡിനൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഫുഡൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ആർക്കും എന്താ പറയണമെന്നറിയില്ല. ഉടനെ തന്നെ പുള്ളിക്കാരി പറഞ്ഞു, ഐ തിങ്ക് ഐ ഷുഡ് ലീവ്.
വർഷങ്ങൾക്ക് ശേഷം 2 ബെസ്റ്റ് ഫ്രണ്ട്സ് കണ്ടുമുട്ടിയതാണ്. അവരൊന്നും തന്നെ പിന്നീട് സംസാരിച്ചില്ല. ഉടനെ അവിടെ നിന്ന് പോയി. ഉടനെ പുള്ളിക്കാരനും പറയുന്നു, യാ യു ആർ റൈറ്റ്, പൊക്കോളൂ, നമ്മൾ കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും നമ്മൾ പരസ്പരം കാണാൻ പാടില്ല, ബിക്കോസ് യു നോ ഹൗ മൈ ഫാമിലി ഈസ് എന്നുള്ള ലെവലിൽ പറഞ്ഞു. എന്തായാലും ഇനി സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വി കുഡിൻറ്റ് കൺട്രോൾ അവർ ഫീലിങ്സ്, നമ്മൾ എന്ത് ചെയ്യും, വിൽ ഡെഫിനറ്റ്ലി ഫോൾ ഇൻ ലവ്, അതാണ് അവിടെ ഹിൻറ്റ് ചെയ്യുന്നത്. പുള്ളി തന്നെ പറയുന്നുണ്ട്, ആൻഡ് ടു ബി വെരി ഫ്രാങ്ക് ഇറ്റ്സ് സോ ഈസി ടു ഫോൾ ഫോർ യു. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ സംസാരം തുടർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വിൽ ഫോൾ ഇൻ ലവ്. സോ നമുക്കിനി എന്ത് ചെയ്യാം, കാണണ്ടെന്ന് പറയും. സോ അപ്പോഴത്തേക്കും പുള്ളിക്കാരി ഉടനെ തിരിച്ചു പറയും, യു സ്റ്റോൾ മൈ വേർഡ്സ്, ഞാനും അത് തന്നെയാണ് പറയാൻ തുടങ്ങിയിരുന്നത്, ഇനി നമ്മൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്നുള്ളത്. സോ അവർ രണ്ടുപേരും ബെയ്ഡ് ഫെയർവെൽ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇനി കാണത്തില്ല ബൈ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഇത്തവണ അവർ ഒരിക്കലും സീ യു സോൺ പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം ഒരിക്കലും അവർ തമ്മിൽ കണ്ടിട്ടില്ല. എഗെയിൻ പറയാൻ മൈ സിറ്റി കൊൽക്കത്ത ഇറ്റ് ഗേവ് മീ മൈ ബെസ്റ്റ് ഫ്രണ്ട്, എഗെയിൻ വീണ്ടും തന്നു. എന്നിട്ട് എന്ത് ചെയ്തു, എഗെയിൻ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ വീണ്ടും ആ ബസ് സ്റ്റോപ്പിൽ നിന്നും പുള്ളിക്കാരിക്ക് ബസ്സിന് പോകാനായിട്ട് ആര് മാത്രമേ ഉള്ളൂ, മ്യൂസിക് എന്ന് പറയുന്ന കമ്പാനിയൻ മാത്രമേ ഉള്ളൂ. ചില സമയത്ത് പുള്ളിക്കാരി ഇരുന്ന് ആലോചിക്കും, വൈ ഡിഡ് ഐ മീറ്റ് അവി ദാറ്റ് ഡേ, എ സ്ട്രേഞ്ചർ ഓർ വാസ് ഹി. സോ ആ ഒരു ക്വസ്റ്റ്യനിലാണ്. പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ ഒരു സ്ട്രേഞ്ചർ ആയിരുന്നോ, അന്നൊരു സ്ട്രേഞ്ചർ ആയിരുന്നു തോന്നിയിരുന്നെങ്കിലും പുള്ളിക്കാരൻ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, ജസ്റ്റ് ഒരു സ്ട്രേഞ്ചർ മാത്രമല്ല. സോ നമ്മൾ ഈ കാണുന്നവരെല്ലാവരും ചിലപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കില്ല. ആ ഒരു ക്വസ്റ്റ്യനിലാണ് കഥ പറഞ്ഞ് നിർത്തുന്നത്. ഇനി നമ്മളിതിൻ്റെ തീംസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് തീംസ്, ഫ്രണ്ട്ഷിപ്പ് ഓർ കമ്പാനിയൻഷിപ്പ്. സോ എല്ലാവരുടെ ലൈഫിലും ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ദിയ പറയുന്നുണ്ട്, ദിയയ്ക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല, ആകെ ഉണ്ടായിരുന്നത് ഫ്ലാഷ് ബാക്കിൽ കണ്ട ആ ഒരു ഫ്രണ്ട് മാത്രമാണ്. ആ ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഒരു ഫ്രണ്ട്സും ഉണ്ടായിട്ടില്ല, ആരെയും ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ധൈര്യവും, ഷീ കുഡിൻറ്റ് മസ്റ്റർ അപ്പ് ദി കറേജ് ടു ഹാവ് അനദർ ഫ്രണ്ട്. കമ്പാനിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്ന ആര് മാത്രമായിരുന്നു, മ്യൂസിക് മാത്രമായിരുന്നു. ദെൻ അടുത്തൊരു തീമായിട്ട് പറയാൻ പറ്റുന്നതാണ് കൺസർവേറ്റീവ് പാരൻസ്. ഒരു ഇഷ്ടപ്പെട്ട കുട്ടീനെ കല്യാണം കഴിക്കാൻ പോലും ഉള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അത്രത്തോളം കൺസർവേറ്റീവ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ വിക്റ്റിമാണ് അവി. ഈ ഒരു 21ാം നൂറ്റാണ്ടിലും ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് പുള്ളിക്കാരനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ദെൻ ലവ്, ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ലവിലോട്ട് പോകുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഈസ് ദി ബേസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ലവ് അത് കഴിഞ്ഞിട്ടൊരു ലോസ് വരുന്നുണ്ട്. 2 തവണ പുള്ളിക്കാരിയുടെ ദിയയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ബെസ്റ്റ് ഫ്രണ്ട് വാസ് സ്നാച്ച്ഡ് അവേ ഫ്രം ഹർ ഫോർ 2 times. സോ ആ ഒരു ട്വൈസ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ആദ്യം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി വേദന ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടാകും, ബിക്കോസ് ഷീ വാസ് വെരി ഷുവർ ദാറ്റ് ഷീ വിൽ ഫോൾ ഫോർ ദിസ് മാൻ. അതുകൊണ്ടാണ് അവർ അത്രയും ക്ലോസ് ആയതും പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയതും എല്ലാം. സോ 2 തവണ ആ ഒരു ലോസ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫ്രണ്ട്സ് വേഴ്സസ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം. ഈ ഫ്ലാഷ് ബാക്കിൽ അവിയും ദിയയും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അത് കഴിഞ്ഞിട്ട് എഗെയിൻ വീണ്ടും ലൈഫിൽ നിന്ന് പോയി. 15 വർഷത്തോളം കാണാണ്ടിരുന്നു, സ്ട്രേഞ്ചേഴ്സ് ആയി. അടുത്ത് കണ്ടുമുട്ടുമ്പോൾ വീണ്ടും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പിന്നെ വീണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ്, ഒരു റിലേഷൻഷിപ്പ് ലെവലിലോട്ട് അത് വളർന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പോയി. സോ ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്സായിരുന്നു അവർ സ്ട്രേഞ്ചേഴ്സ് ഫ്രണ്ട്സ്. അതാണ് ഫ്രണ്ട്സ് വേഴ്സസ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു തീം. പിന്നെ കഥ പോയിരിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്സിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ കോൺവെർസേഷണൽ ടോണായിരുന്നു. വളരെ ഈസി ആയിട്ട് 2 ഫ്രണ്ട്സ് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബഡ് ചെയ്ത് വരുന്നത്, എന്താ ഇഷ്ടം, നിനക്ക് എന്താ ഇഷ്ടം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കോൺവെർസേഷണൽ ടോണിലാണ് ഏറ്റവും കൂടുതൽ ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. ദെൻ വി ഹാവ് ഫ്ലാഷ് ബാക്ക് ആസ് എ ടെക്നീക്ക്. പണ്ട് നടന്ന കഥ എന്താണെന്നുള്ളത് ആ ഒരു മൊമെൻറ്റിൽ തന്നെ ബാക്കിലോട്ട് പോയി ഓർമ്മയുടെ ലെവലിൽ ഓർക്കുന്നതായിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടും എൻഡിങ്ങുമാണ് കഥയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ന ദിവസം തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നടന്ന കാര്യങ്ങളോ അതിന് ശേഷം നടന്ന കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് 2 മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് പറയുന്നത്, അവി ആൻഡ് ദിയ. പിന്നെ പാരൻസിനെ പറ്റിയിട്ട് ഹിൻറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നും തന്നെ ആരെയും കഥയിലോട്ട് പ്രസൻറ്റ് ചെയ്യുന്നില്ല. ദെൻ ഡിഫറെൻറ്റ് പ്ലേസസിലൂടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ
ഈ കഥയുടെ ഉള്ളിൽ ബസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കഥ തുടങ്ങുന്ന സമയത്തും ഷീ വാസ് വെയിറ്റിംഗ് ഫോർ എ ബസ്, കഥ തീരുന്ന സമയത്തും ഷീ വാസ് ഓൾസോ ഇൻ എ ബസ്. ആ ഒരു ബസ്സിൽ പോകുമ്പോഴത്തേക്കും ആ കഥ തുടങ്ങുന്ന സമയത്ത് ബസ്സിൽ പുള്ളിക്കാരിയുടെ കൂടെ കയറാൻ ഒരാളുണ്ടായിരുന്നു, പക്ഷേ കഥ കഴിയുന്ന സമയത്ത് ആളില്ല, ഒറ്റയ്ക്കാണ് വീണ്ടും. സോ ഒരു റുട്ടീനായിട്ട് ബസ് പിടിക്കുക, ബസ്സിൽ കയറുക, ബസ്സിന് വേണ്ടി ഓടുക. വീണ്ടും ഹർ ലൈഫ് ഇസ് ബാക്ക് ടു വാട്ട് വാസ് നോർമൽ ഫോർ ഹർ. ഇടയ്ക്കൊരാളുണ്ടായിരുന്നു കഥ പറയാനും സംസാരിക്കാനും എല്ലാം, പക്ഷെ പിന്നീട് ആരുമില്ല. വീണ്ടും ബസ്, ഒറ്റയ്ക്ക്, പാട്ട്. ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലോട്ട് പോയി. ഇത്രയുമാണ് തീംസും ടെക്നീക്സിലും പറയാനുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.